ധാത്രിക ഭാഗം 18. മുഖത്ത് വെള്ളം വന്ന് പതിച്ചതും അഥം ഞെട്ടിയെഴുന്നേറ്റ് മുഖം കുടഞ്ഞ് ഒന്ന് നോക്കി. പാത്രവും പിടിച്ച് നിൽക്കുന്ന അലിയും കൂട്ടാളികളും. അഥർവന് ദേഷ്യം വന്നു. ഉറക്കമൊക്കെ മതി, നിന്നെക്കൊണ്ട് ഞങ്ങൾക്കൊരാവശ്യമുണ്ട്, അലി പറഞ്ഞു. ആവശ്യമോ? എന്താവശ്യം? അവൻ മനസ്സിലാവാതെ ചോദിച്ചു. അയാൾ പുച്ഛത്തോടെ ചിരിച്ചു. അതൊക്കെയുണ്ട് സലീം, അവനെയും കൂട്ടിക്കൊണ്ട് വാ. അതും പറഞ്ഞ് അലി മുന്നേ നടന്നു. സലീമോ മറ്റൊരാളും ചേർന്ന് അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് നടന്നു. എന്നെ വിട്, എന്നെ എങ്ങോട്ടാണ് കൊണ്ടുവന്നത്? പേടിക്കണ്ട, കൊല്ലാനല്ല, അതിനുള്ള സമയമായിട്ടില്ല. നിനക്ക് രക്ഷപ്പെടാൻ ഒരു അവസരം തരാനാ. സലീം പറഞ്ഞത് കേട്ട് അതൊരു അമ്പരപ്പോടെ അവനെ നോക്കി. അവർ നടന്ന ഒരു മുറിയിലെത്തി. മുള കൊണ്ട് തീർത്ത ആ മുറിയുടെ ചുവര് മുഴുവനും കറുത്ത ഷീറ്റ് അടിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് വെളിച്ചമോ ശബ്ദമോ ആ മുറിയിലേക്ക് എത്തുന്നില്ല. അവിടെ ഒരു കസേര വെച്ചിരിക്കുന്നു. അവർ അഥർവിനെ അവിടെ ഇരുത്തി. ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ അവന് ചുറ്റും തെളിഞ്ഞു. അവനൊന്ന് കണ്ണ് ചിമ്മി തുറന്നതും മുന്നിൽ വീഡിയോ ക്യാമറയുമായി ഒരാൾ വന്നു നിന്നു. അവന് കാര്യം പിടികിട്ടി. ഓഹോ, അപ്പോൾ ഇതാണ് ഉദ്ദേശം. എന്നെ പിടികൂടിയത് നിങ്ങളാണെന്ന് പറഞ്ഞ് വീരസാഹസം പറയാനാണോ ഉദ്ദേശം? നാ വടക്കണ. അതിന് നീ ആരാ? ഇന്ത്യൻ പ്രസിഡന്റോ? ഞങ്ങളെ സംബന്ധിച്ച് നീ വെറും ഒരു പുഴുവ. പിന്നെ ഇത് നിനക്ക് രക്ഷപ്പെടാൻ ഞങ്ങൾ നൽകുന്ന ഒരവസരമാണ്. അവസാനം പരാതി പറയരുതല്ലോ ആരും. അസ്ലാം, തയ്യാറാണോ? ക്യാമറ പിടിച്ച ആളോട് അലി ചോദിച്ചു. ജി സാബ്, അയാൾ പറഞ്ഞു. തുണികൊണ്ട് മുഖം മറിച്ച് തോക്കെടുത്ത് അഥർവിനെ നേരെ അലി ചൂണ്ടി. അഥർ പക്ഷേ ഒരു കൂസലില്ലാതെ സധൈര്യം ഇരുന്നു. ഇന്ത്യൻ നേവിയിലെ കരുത്തനായ ഓഫീസർ അഥർ പ്രഭാകരൻ ഇപ്പം ഞങ്ങളുടെ കസ്റ്റഡിയിലാണുള്ളത്. ഇവനെ ജീവനോട് വിട്ടുകിട്ടണമെങ്കിൽ ഞങ്ങളുടെ നേതാവിനെ, ഞങ്ങളുടെ ജാഫർ സാബിനെ ഞങ്ങൾക്ക് വിട്ടുതരണം. ഇല്ലാത്ത പക്ഷം ജാഫർ സാബിൻ്റെ വിധി നിങ്ങൾ നടപ്പിലാക്കുന്ന അതേ ദിവസം ഇവൻ്റെ വധശിക്ഷ ഞങ്ങൾ നടപ്പിലാക്കും. അത്രയും പറഞ്ഞ ശേഷം അയാൾ അഥർവിനെ നേരെ തിരിഞ്ഞു. പറ, നീ തന്നെ പറ, നിന്നെ രക്ഷിക്കണമെന്ന്. അഥർ പുച്ഛത്തോടെ അയാളെ നോക്കി. പറയാനാ പറഞ്ഞത്. അതൊരു ക്യാമറയ്ക്ക് നേരെ തിരിഞ്ഞു. ഇന്ത്യൻ നേവിയിലെ ഉദ്യോഗസ്ഥനാണ് ഞാനിപ്പോൾ തീവ്രവാദികളുടെ പിടിയിലാണ്. ഇവരുടെ ഈ ഡിമാൻഡ് അംഗീകരിച്ചില്ലെങ്കിൽ എന്നെ കൊന്നുകളയെന്നാണ് ഇവർ പറയുന്നത്. ജീവനിലെല്ലാവർക്കും കൊതിയുണ്ടാകും. അതുകൊണ്ട് തന്നെ ഒരു കാര്യമേ എനിക്ക് ആവശ്യപ്പെടാനുള്ളൂ. എനിക്ക് വേണ്ടി ഒരിക്കലും ജാഫറിനെ പോലെ ഒരു കൊടും കുറ്റവാളിയെ സ്വതന്ത്രനാക്കരുത്. അവൻ പറഞ്ഞത് കേട്ട് എല്ലാവരും ഞെട്ടി അവനെ തുറച്ചു നോക്കി. സ്വന്തം പ്രാണം പിടിയും വരെ മാതൃരാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചു കൊള്ളാമെന്ന് മനസ്സുകൊണ്ട് ദൃഢപ്രതിജ്ഞ ചെയ്താണ് നാവികസേനയിലെ ഒരു പോരാളിയെ ഞാൻ കാലെടുത്ത് വെച്ചത്. എനിക്ക് എൻ്റെ ജനങ്ങളെയോ രാജ്യത്തെയോ ദ്രോഹിക്കുന്ന ഒരു കാര്യത്തിന് കാരണഹേതുവാൻ താല്പര്യമില്ല. എൻ്റെ ഉയർ പോയാലും ജാഫറിനെ ഒരു കാരണവശാലും മോചിപ്പിക്കരുത്. നന്മയ്ക്ക് പ്രതിഫലം മരണമെങ്കിൽ അഭിമാനത്തോടെ സന്തോഷത്തോടെ ഞാനത് സ്വീകരിക്കും. കാരണം ഞാൻ ഭാരതാംബയുടെ മകനാണ്. മാതാവിന് വേണ്ടി ഉയർ നഷ്ടപ്പെടുത്തുന്ന മകന് വീരസ്വർഗം പ്രാപ്തമാകും. അതിൽ ഞാൻ ഒത്തിരി സന്തോഷിക്കുകയും ചെയ്യുന്നു. ജയ് ഹിന്ദ്. പരസ്പരം കൂട്ടിക്കെട്ടിയ കൈകൾ ഉയർത്തിക്കൊണ്ട് അതിയായ ആവേശത്തോടെ അവൻ പറഞ്ഞതും അലറി വിളിച്ചുകൊണ്ട് അലി ഓടി വന്ന് അവനെ ചവിട്ടി. കസേരയടക്കം അവൻ താഴെ വീണു. അയാൾ തോക്കുകൊണ്ട് അവൻ്റെ മുഖത്ത് ആഞ്ഞടിച്ചു. വായിൽ നിന്നും തലയിൽ നിന്നും രക്തം ഒലിച്ചിറങ്ങി. നീ എന്താ പറഞ്ഞത്? നിനക്ക് മരിക്കാൻ പേടിയില്ലെന്നോ? ഞാൻ അയാൾ അവനെ ആഞ്ഞു ചവിട്ടി. എല്ലാം കണ്ട് അമീറിന് സങ്കടം വന്ന്. അലി സാബ്, മതി, ഇനി തലി അയാൾ ചത്തുപോകും. 25-ാം തീയതി വരെ ഒന്ന് ക്ഷമിക്കൂ, അമീർ അലിയെ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അയാൾ അല്പം അടങ്ങി. അതൊരു അവശതയോടെ നിലത്ത് കയറി കിതച്ചു. അവരെ കണ്ണുകൾ അടഞ്ഞു വന്നു. കൊണ്ടുപോയവനെ, ഞാൻ പറയാതെ ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കരുത് ഇവന്, അയാൾ അരിശത്തോടെ പറഞ്ഞു. അത് കേട്ടതും അമീർ വന്ന് അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. തോളിലൂടെ കൈയിട്ട് അവനെ നടത്തിക്കൊണ്ടുപോയി. എരിയുന്ന കണ്ണുകളോടെ അലി അവനെ നോക്കി. അവശതയോടെ വേച്ച് അമീറിനൊപ്പം നടന്നു നീങ്ങവേ പകയോടെ അഥർവം അയാളെ നോക്കി. അവനൊരു സിംഹക്കുട്ടി തന്നെയാണ്. എത്ര തല്ലുകൊണ്ടാലും അവൻ്റെ ഉള്ളിലെ ആ തീ അതണയില്ല, അലി പറഞ്ഞു. സാബ്, ഈ വീഡിയോ? അസ്ലം ചോദിച്ചു. നമ്മുടെ ആളുകളോട് അത് എത്തിക്കാണ്ട് അവരുടെ കയ്യിൽ എത്തിക്കാൻ പറ. അവനെ തല്ലി അവശനാക്കിയത് ഉൾപ്പെടെ കാണണം അതെല്ലാവരും, അയാൾ പകയോട് പറഞ്ഞു. കുളിയൊക്കെ കഴിഞ്ഞ് വേഷം മാറി മീനു റൂമിന് പുറത്തേക്ക് വന്നു. നജീബ് ഫോണും നോക്കിക്കൊണ്ട് അവിടെ വന്നു. എന്തുണ്ട് മീനു, മുറിക്ക് ഇഷ്ടമായോ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ. ഒരു ബുദ്ധിമുട്ടുമില്ല, അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാൽ വാ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഇരുവരും ഡൈനിങ് ഹാളിലേക്ക് ചെന്നു. ടേബിളിലെല്ലാം എടുത്തു വെച്ചിരുന്നു. സുഹറയും നൂറിനും അവിടേക്ക് വന്നു. വന്നാ രണ്ടാൾ ഇരിക്കി, ഞാൻ വിളമ്പിത്തരാം, സുഹറ പറഞ്ഞു. മീനു ഇരുന്നു. സുഹറ ഭക്ഷണം വിളമ്പി. അല്ല, ഉമ്മയും നൂറിനും കൂടി ഇരിക്കുന്നില്ലേ? അത് വേണ്ട, ആദ്യം അതിഥികളെ കഴിപ്പിക്കണം, അതാ ഞങ്ങളുടെ ശീലം.
എന്നെ അങ്ങനെ അതിഥിയായിട്ടൊന്നും കാണണ്ട, ഉമ്മയുടെ മോളെ പോലെ തന്നെ കണ്ടാൽ മതി. നിങ്ങളെ ഇരിക്കൂ, ഇല്ലേ എനിക്ക് വിഷമാക്കും. ഇല്ലേ എനിക്കെന്ത് വിഷമാക്കും, സുഹറ പറഞ്ഞു. അവളെ നോക്കി. നൂറ, എന്നാൽ നീ ഇരുന്നോ, മോക്കൊരു കൂട്ടാവട്ടെ. മൂവരും ആഹാരം കഴിച്ചു. മീനു നജീബിൻ്റെ അടുത്തേക്ക് വന്നു. നജീബ്, നമുക്കൊന്ന് പുറത്ത് പോകാമോ? പിന്നെന്താ. നൂറി, നീ ആ സ്കൂട്ടിയുടെ ചാവി എടുത്തേ. അവൻ പറഞ്ഞു. നൂറി ചാവി കൊണ്ടു കൊടുത്തു. അവൻ അത് വാങ്ങി തൻ്റെ സ്കൂട്ടി സ്റ്റാർട്ട് ചെയ്തു. മീനു അവൻ്റെ പിന്നിൽ കയറി. ആദ്യം എങ്ങോട്ടാ പോവാ? അവൻ ചോദിച്ചു. നേവൽ ബേസിലേക്ക്. അവൾ പറഞ്ഞത് കേട്ട് അവൻ അമ്പരപ്പോടെ മുഖം തിരിച്ച് അവളെ നോക്കി. പക്ഷെ അവളുടെ മുഖത്ത് വല്ലാത്തൊരു ഗൗരവം നിറഞ്ഞു. എനിക്ക് അങ്ങോട്ടേക്ക് പോകേണ്ടത്, താൻ വണ്ടി എടുക്കും. അവൾ ഗൗരവത്തോടെ തന്നെ പറഞ്ഞു. നജീബ് ഒന്ന് സംശയിച്ചു. പഠിച്ചോനെ, ഇവളെന്താ ഇങ്ങനെ? നേവൽ ഓഫീസിലേക്ക് ഇവളെന്തിനാ പോന്നേ? ഇനി ഇവളെ തീവ്രവാദിയായിരിക്കുമോ? അവൻ ഭീതിയോടെ ഓർത്തു. എന്താ വണ്ടി എതുക്കടുത്ത്? അവളുടെ ചോദ്യം കേട്ട് അവൻ ഞെട്ടി. അവൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. എന്തും വരട്ടെ എന്ന് മനസ്സിലുറപ്പിച്ച് അവൻ വണ്ടി വിട്ടു. ഗേറ്റ് കടന്നു വന്ന മിത്ര മേലെടുത്ത തറവാട്ടിലേക്ക് കയറി. സിറ്റ് ഔട്ടിൽ തൂണും ചാരി അവൾ ഇരുന്നു. സൗദാമിനി അവിടേക്ക് വന്നു. വിഷമത്തോടെയുള്ള മിത്രയുടെ ഇരിപ്പ് കണ്ട് സൗദാമിനി പുച്ഛത്തോടെ അവളെ നോക്കി. എന്താടി, നാളെ വിട്ടു പോയി എന്ന് പറഞ്ഞ അവളുടെ ശവം വല്ല പുഴയിലെ കായലിൽ പൊങ്ങിയോ? കുരങ്ങഞ്ചത്ത കുറവനെ പോലുള്ള നേരെ ഇരിപ്പോട് ചോദിച്ചതാ. സൗദാമിനി പറഞ്ഞത് കേട്ട് അവൾ ദേഷ്യത്തോടെ ചാടി എഴുന്നേറ്റു. അമ്മ, മര്യാദയ്ക്ക് സംസാരിച്ചില്ലെങ്കിലുണ്ടല്ലോ ഏത് സ്വഭാവം മാറും, മിത്ര പറഞ്ഞു. അയ്യോടി, അവളുടെ ഒരു രോഷം കണ്ടില്ലേ? പക്ഷേ തള്ളേക്കാളും വലുതാണോടി നിനക്ക് അവൾ? ആ അതെ, അമ്മയെക്കാളും എനിക്കിഷ്ടം എൻ്റെ മീനു ചേച്ചിയാണ്. മീനു ചേച്ചിയെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ കേട്ടിരിക്കില്ല. അത് അമ്മയായാലും ശരി. അവൾ വിട്ടുകിട്ടില്ല. അയ്യടാ, അവളുടെ ഒരു മീനു ചേച്ചി. അപ്പോൾ ലതയും മുഷിയും ശിവരാമനും അവിടേക്ക് വന്നു. എന്താ സൗദാമിനി ഇവിടെ ഒരു ബഹളം? ലത ചോദിച്ചു. മിത്ര ദേഷ്യത്തോടെ മുഖം തിരിച്ചു. ഏയ് ഒന്നുമില്ല, ആ ഒരുപേട്ടുള്ള നാട് വിട്ടു പോയെന്നേ എൻ്റെ മോൾക്ക് സഹിക്കാൻ വയ്യ. അതിന് കലി തീർക്കുന്നത് എൻ്റെ നേർക്ക്, സൗദാമിനി പറഞ്ഞു. എന്നാലും അവൾ എങ്ങോട്ടാവും പോയിട്ടുണ്ടാവുക? ഉഷ സംശയത്തോട് ചോദിച്ചു. എവിടെ പോകാം, വല്ല പുളിങ്കൊമ്പം കിട്ടിയപ്പോൾ കൂടെ പോയി കാണും. എന്നിട്ട് അപ്പൂനെ കാണാത്ത സങ്കടത്തിലാണെന്ന് ഒരു പേരും നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാൻ. അമ്മേ, വേണ്ടത് പറയാൻ നിൽക്കണ്ട. മീനു ചേച്ചി അപ്പുവേട്ടൻ അന്വേഷിച്ച് പോയതാ, മിത്ര പറഞ്ഞു. അപ്പോൾ പിന്നെ അപ്പുവേട്ടൻ അന്വേഷിച്ച് പോകാൻ അതിന് അവൻ എവിടെയുള്ളതെന്ന് അവർക്കറിയുമോ? അല്ലേലും എങ്ങോട്ടേക്കാണ് പോകേണ്ടത്? ലക്ഷദ്വീപിലേക്കോ? നടന്നത് തന്നെ. പെർമിഷനൊന്നും ഇല്ലാതെ അവിടെ കാലുകുത്താൻ പോലും സാധിക്കില്ല. പിന്നെ എങ്ങനെ പോകാനാ? കടൽ നീന്തിയോ? പുഴ കണ്ട പേടിച്ച് ഒളിക്കുന്നോളാ കടൽ കണ്ട് ലക്ഷദ്വീപിൽ പോകുന്നത്, കടൽ കടന്ന് ലക്ഷദ്വീപിൽ പോകുന്നത്, സൗദാമിനി പറഞ്ഞു. മിത്ര രോഷത്തോടെ അമ്മയെ തുറച്ചു നോക്കി. എന്താടി, ഞാൻ പറഞ്ഞ സത്യമല്ലേ? അപ്പൂനെ കെട്ടി ഇവിടുത്തെ കൊച്ചമ്മയായി വാഴാനായിരുന്നു അവളുടെ ഉള്ളിലിരിപ്പ്. ഇപ്പോൾ അപ്പൂനെ കാണാനില്ല. ഇത് തിരിച്ച് വരുമോ എന്ന് അറിയില്ല. അവനുമായിട്ടുള്ള ബന്ധം നാട്ടിൽ പാട്ടായ സ്ഥിതിക്ക് വേറെ ഒരുത്തൻ്റെ കൂടെ പോകാൻ പറ്റുമോ? അതുകൊണ്ട് വേറെ ഒരുത്തൻ്റെ കൂടെ പോയത് തന്നെയാകും. ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തവളല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല. സൗദാമിനി! ഉഗ്രശാസനയോടുള്ള വിളികേട്ട് അവളൊന്ന് ഞെട്ടി. ഉഗ്രരൂപിണിയായി പാർവതി അവളുടെ മുമ്പിലേക്ക് വന്നു. സൗദാമിനി ഒന്ന് ഞെട്ടി അവളെ ഒന്ന് നോക്കിയ ശേഷം പാർവതി കൈയുയർത്തി അവളുടെ കവിളിൽ അടിക്കാൻ ഉയർത്തി. സൗദാമിനി ഞെട്ടി കണ്ണുകൾ ഇറക്കി അടിച്ച് മുഖം തിരിച്ചു. പക്ഷേ അടി വീണില്ല. കവിളിനടുത്ത് വരെ കൈ എത്തിയത് പാർവതി കൈ താഴ്ത്തി മുറുമുറുത്തുകൊണ്ട് സൗദാമിനിയെ നോക്കി. സൗദാമിനി പതിയെ കണ്ണു തുറന്ന് നോക്കി. ദഹിപ്പിക്കും വിധമുള്ള ആ നോട്ടം കണ്ട് അവരൊന്ന് ഭയന്നു. നിന്നെ തല്ലാത്തത് നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ല, ഈ കൈ കൊണ്ട് നിന്നെ തൊട്ടാ പിന്നെ എത്ര കുളിച്ചാലും ആ നാറ്റം പോവില്ല, അതാ. സൗദാമിനി അമ്പരപ്പോടെ അവരെ നോക്കി. മീനു എൻ്റെ മോള, എൻ്റെ അപ്പുവിൻ്റെ പെണ്ണ്. അവളെ അധിക്ഷേപിക്കാൻ നീ ആരാ? അതിനുള്ള എന്ത് യോഗ്യത നിനക്കുള്ളത്? നീ പറഞ്ഞല്ലോ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തവളുടെ കാര്യം, നിനക്ക് ഓർമ്മയുണ്ടോ? അതുപോലെ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ തെരുവിലേക്ക് ഇറങ്ങിയേണ്ടി വന്ന ഒരവസ്ഥ നിനക്കും ഉണ്ടായിരുന്നു. കൈക്കുഞ്ഞിനെയും പിടിച്ച് തെരുവിൽ നിന്ന് നിന്നെ 2 കൈ നീട്ടി സ്വീകരിച്ച് ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നത് ഞാനാ. അത് പലപ്പോഴും നീ മറന്നു. എൻ്റെ അപ്പൂനെ കാണാനില്ല എന്ന് അറിഞ്ഞതു മുതൽ നെഞ്ചിൽ തീയുമായി നടക്കുന്നവളാ മീനു. എൻ്റെ അപ്പുമോനെ തേടി തന്നെ അവൾ പോയിരിക്കുന്നത്, അല്ലാതെ വേറെ ഒരുത്തനെയും കൂടെയല്ല അവൾ പോയിരിക്കുന്നത്. അത് മറ്റാരെക്കാളും എനിക്ക് നന്നായിട്ടറിയാം. പാർവതി ഒന്ന് ഏങ്ങി. പിന്നെ കണ്ണു തുറച്ച് മുഖമുയർത്തി എല്ലാവരെയും നോക്കി. ഇനി മീനുവിനെക്കുറിച്ച് ആരെങ്കിലും ഒരു വാക്കെങ്കിലും മോശമായി പറയുന്നത് കേട്ടാ ഈ പാർവതിയുടെ തനി രൂപ എല്ലാവരും കാണും.
താക്കീതോടെ പറഞ്ഞ് പാർവതി നടന്നു. സൗദാമിനി ആകെ തരിച്ചു നിന്നുപോയി. മിത്ര അവളുടെ അരികിലേക്ക് വന്നു. അമ്മയ്ക്കിപ്പോൾ സമാധാനമായല്ലോ. പഴയതൊന്നും മറക്കരുതെന്ന് പലപ്പോഴും ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അമ്മ അതൊന്നും ചെവിക്കൊണ്ടില്ല. മീനു ചേച്ചിയെ അധിക്ഷേപിക്കുമ്പോൾ അമ്മ ഓർക്കണമായിരുന്നു ഒരിക്കൽ അമ്മയും അതേ വഴികളിലൂടെ നടന്നിരുന്നു എന്ന്. വാടക കൊടുക്കാൻ പറ്റാതെ വീട്ടുടമയുടെ മുന്നിൽ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി നിന്ന അമ്മയോട് അയാൾ പറഞ്ഞത് അമ്മയ്ക്ക് ഓർമ്മയില്ലേ? കടം വാങ്ങിയ പണത്തിന് പകരമായി മടിക്കുത്തഴിക്കാൻ വന്നവരുടെ മുമ്പിൽ കൈകൂപ്പി കരഞ്ഞ അമ്മയുടെ രൂപം ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. അന്ന് വാക്കത്തിയുമായി വന്ന് അമ്മയുടെ മാനം രക്ഷിച്ചത് അമ്മ പലപ്പോഴും അധിക്ഷേപിക്കാറില്ലേ, കീഴാളത്തി എന്ന് പറഞ്ഞ്. അവരിൽ ഒരുവളായിരുന്നു എന്ന കാര്യം അമ്മ ഓർക്കണമായിരുന്നു. ഒരു നേരത്തെ അന്നത്തിനു വേണ്ടി നിലവിളിച്ച ദിവസങ്ങൾ, അന്ന് നമുക്ക് ഒരു പിടി ചോറ് തന്ന കാർത്തു ചേച്ചി ഒരു പുലയ സ്ത്രീയായിരുന്നു എന്ന് അവർ തന്ന അന്നം ആദ്യയോടെ പാരിക്കഴിക്കുമ്പോൾ അമ്മ ഓർത്തിരുന്നു ഇല്ലല്ലോ. അന്ന് തൻ്റെ ഗതികേടിനെ പറ്റി പറഞ്ഞ് ആ സ്ത്രീയെ കെട്ടിപ്പിടിച്ച് അമ്മ കരഞ്ഞിട്ടുണ്ട്. അത് കണ്ട് സഹിക്കാനാവാതെ അവർ വന്ന് അമ്മയെ കണ്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. തെരുവിൽ നിന്ന് ഈ മാളികയിലേക്ക് എത്തിയതും വന്ന വഴി മറക്കരുതെന്നും ആപത്തിൽ സഹായിച്ചവരെ എന്നും ഓർക്കണം എന്നും എന്നെ പഠിപ്പിച്ച അമ്മ തന്നെ അതെല്ലാം മറക്കുന്നത് കണ്ടപ്പോഴാണ് അത്ഭുതം തോന്നിയത്. ഗതികേട് ആർക്കും വരാമേ. പണവും സമ്പത്തൊന്നും ശാശ്വതമല്ല. അത് വരും പോകും. പക്ഷേ നമ്മൾ ചെയ്യുന്ന നന്മകൾ അത് മതി. മറ്റുള്ളവരുടെ മനസ്സിലൊരു നന്മയെ നമ്മളുണ്ടായാൽ അതിനേക്കാളും വലിയ മറ്റെന്ത് സമ്പത്തുള്ളത്? ഇനിയെങ്കിലും ഈ കുശുമ്പൊക്കെ കളഞ്ഞ് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പഠിക്കാമേ. മിത്ര കണ്ണുകൾ തുടച്ചുകൊണ്ട് നടന്നു. നിറക്കണ്ണുകളോടെ മുഖം താഴ്ത്തി സൗദാമിനിയും നടന്നു നീങ്ങി. യൂണിഫോമും അണിഞ്ഞ് മുറിയിൽ നിന്ന് ഇറങ്ങാനൊരുങ്ങവേ അലക്സ് ഒരു നിമിഷം നിന്നു. അഥർവിൻ്റെ ബെഡിലേക്ക് നോക്കവേ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അഥർവിനെ കാണാതായിട്ട് ദിവസങ്ങളായി. ഇതുവരെ അവനെക്കുറിച്ച് ഒരു വിവരം കിട്ടിയിട്ടില്ല. എന്താവും അവന് സംഭവിച്ചിട്ടുണ്ടാകുക? ഏതായാലും എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഇനി താൻ തന്നെ അവനെ അന്വേഷിച്ചിറങ്ങണം, അലക്സ് മനസ്സിലുറപ്പിച്ചു. അപ്പോൾ ഒരാൾ അവിടേക്ക് വന്നു. സാബ്. അലക്സ് തിരിഞ്ഞു നോക്കി. സാബിനൊരു വിസിറ്ററുണ്ട്. അത് കേട്ട് അവനൊന്ന് അതിശയിച്ചു. വിസിറ്ററോ? എനിക്കോ? അതാരാ? അവൻ സ്വയം ചോദിച്ചു. പിന്നെ പുറത്തേക്ക് നടന്നു. വിസിറ്റിംഗ് റൂമിലേക്ക് പ്രവേശിച്ചതും അവിടെ തന്നെ കാത്തിരിക്കുന്ന ആളെ കണ്ട് അവൻ ശരിക്കും അമ്പരന്ന് പോയി. താനീ കാണുന്നത് സ്വപ്നമോ സത്യമോ? അവൻ കണ്ണുകളടച്ച് തുറന്നു നോക്കി. അല്ല, സ്വപ്നമല്ല, സത്യം തന്നെയാണ്. അവൻ പതിയെ നടന്നു. മീനു, നീ ഇവിടെ? അവൻ ആശ്ചര്യത്തോട് ചോദിച്ചു. എൻ്റെ അപ്പന് എന്താ സംഭവിച്ചത്? അവൾ ചോദിച്ചു. അവൻ ഉത്തരം മുട്ടി നിന്നു. മീനു, അത് നേവിയിലെ മികച്ച ഓഫീസറാണ്, അഭിമാനമാണ്. എൻ്റെ അപ്പേട്ടൻ എന്നൊക്കെയല്ലേ എല്ലാവരും പറഞ്ഞിരുന്നത്. എന്നിട്ട് എന്താ എൻ്റെ അപ്പേട്ടനെ നിങ്ങളാരും ഇതുവരെ കണ്ടുപിടിക്കാത്തത്? അവൾ കരഞ്ഞുകൊണ്ട് ചോദിച്ചു. അലക്സ് പകച്ചുകൊണ്ട് ചുറ്റും നോക്കി. പിന്നെ അവളുടെ അരികിലേക്ക് വന്നു. മീനു, നീ കരയാതെ ഒന്ന് സമാധാനപ്പെട്. അവൾ കരച്ചിലടക്കി കണ്ണു തുടച്ചു. അഥർവിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. ഉടനെ തന്നെ അവനെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അവൻ എന്തു പറ്റി എന്നറിയാതെ ഞങ്ങളെല്ലാവരും ഒരുപാട് ടെൻഷൻ അടിക്കുന്നുണ്ട്, വേദനിക്കുന്നുണ്ട്. തന്നെ കാണാതായ വിവരം അറിഞ്ഞ് അവൻ ഇനി എങ്ങോട്ടെങ്കിലും പോയതാണോ എന്ന സംശയം. എന്തായാലും ഉടനെ തന്നെ എന്തെങ്കിലും വിവരം കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. താൻ ധൈര്യമായിട്ടിരിക്കേ, അവൻ പറഞ്ഞു. അവൾ കണ്ണു തുടച്ച് തല കുലുക്കി. അല്ല, അതൊക്കെ പോട്ടെ, താനിങ്ങനെ ഇവിടെ എത്തി? വിസിറ്റിംഗ് പെർമിറ്റ് വന്നതാ. ഷിപ്പിലോ? അവൻ അത്ഭുതത്തോടെ ചോദിച്ചു. അവൻ വായം പൊളിച്ച് അവളെ നോക്കി. ആരുടെ കൂടെ? ആര് സ്പോൺസർ? അവൾ തിരിഞ്ഞു നോക്കി. നജീബ് അവിടേക്ക് വന്നു. അതാരോ എന്ന ഭാവത്തിൽ അലക്സ് അവനെ നോക്കി. അവൻ ഭയഭക്തി ബഹുമാനത്തോടെ അലക്സിനെ നോക്കി. ഇത് നജീബ്, ഇയാളാണ് എന്നെ ഇവിടെ എത്തിച്ചത്. അലക്സ് അവനെ അടിമുടി നോക്കി. താങ്ക് യു മിസ്റ്റർ നജീബ്. എവിടെ താമസം? കവരത്തി തന്നെയാണോ? അതെ സാർ, പോലീസ് ക്വാർട്ടേഴ്സിനടുത്താണ്, അവൻ പറഞ്ഞു. ഓ അല്ല, മീനു എവിടെ സ്റ്റേ? ഞാൻ വേണമെങ്കിൽ ഇവിടെ തന്നെ. അത് വേണ്ട സാർ, എൻ്റെ സ്പോൺസർഷിപ്പിൽ വന്നതല്ലേ, എൻ്റെ വീട്ടിൽ തന്നെ നിന്നോട്ടെ. അവിടെ ആകുമ്പോൾ എൻ്റെ ഉമ്മച്ചിയും പെങ്ങളും ഉണ്ട്, നജീബ് പറഞ്ഞു. അലക്സ് മീനുവിനെ നോക്കി. അവൾ അതേ എന്ന ഭാവത്തെ ചിരിച്ചു. ശരി, മീനുവിൻ്റെ എന്താവശ്യമുണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി. അവൾ തലകുടുക്കി. എന്നാൽ ഞാൻ ചെല്ലട്ടെ. എൻ്റെ അപ്പേട്ടൻ. നീ വിഷമിക്കാതെ, ഉറപ്പായും അവനെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടാതിരിക്കില്ല. ശരി, എന്നാൽ വരട്ടെ. നജീബ്, പോകാം. ശരി. മീനുവും നജീബും നടന്നു. അലക്സിന് ഇപ്പോൾ നടന്നതെല്ലാം ഒരു സത്യമായിരുന്നു എന്ന് ഇപ്പോഴും വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഇവൾ തന്നെയാണോ താൻ കൃഷ്ണപുരത്ത് വെച്ച് കണ്ടവൾ? എല്ലാറ്റിനോടും പേടിയോടെ മാറി നിന്നവൾ, വാ തുറക്കാത്തവൾ. ആ പെണ്ണ് തനിച്ചൊരു അപരിചിതനോടൊപ്പം ഇത്രയും ദൂരം താണ്ടി എങ്ങനെ വന്നു? കടൽ കാണുന്നത് തന്നെ ഭയമായിരുന്നവളാണ്. അന്ന് പുഴയിലിറക്കാനായി അഥർവ് കാണിച്ച കളിയും അവളുടെ പെരുമാറ്റവുമെല്ലാം
അവളാണ് ഇപ്പോൾ കപ്പൽ കയറി കടൽ താണ്ടി ഇവിടെ വരെ വന്നിരിക്കുന്നത്. പ്രണയത്തിന് ഇത്രമാത്രം ശക്തിയുണ്ടോ? ഉണ്ടാവാം. അതല്ലേ അവൾ ഈ സാഹസത്തിന് മുതിർന്നത്. ദൈവം അവളുടെ പ്രാർത്ഥന കേൾക്കട്ടെ. അവളുടെ പ്രണയം കാണാതിരിക്കില്ല അവർ. കാരണം അത് അത്രമേൽ ശക്തവും ആത്മാർത്ഥവുമാണെന്ന് ഇന്ന് ഈ സംഭവത്തോടെ മനസ്സിലായിരിക്കുന്നു. അതിനോട് മുഖം തിരിക്കാൻ ആവില്ല ഒരു ഈശ്വരനും. എല്ലാം വിധി പോലെ വരട്ടെ. ഒന്ന് നിശ്വസിച്ച ശേഷം അലക്സ് തിരിഞ്ഞു നടന്നു. ഡ്യൂട്ടിയിലിരിക്കുമ്പോഴാണ് മിത്രയുടെ കോൾ വന്നത്. അലക്സ് ഒന്ന് സംശയിച്ചു. എടുക്കണോ? എന്തായിരിക്കും അവൾക്ക് പറയാനുള്ളത്? അഥർവിനെ പറ്റി ചോദിച്ചാൽ താൻ എന്ത് പറയും? അവൻ പരിഭ്രമത്തോട് ആലോചിച്ചു. ഫോൺ വീണ്ടും അടിച്ചു. രണ്ടും കൽപ്പിച്ച് അലക്സ് ഫോൺ എടുത്തു. ഹലോ മിത്ര. അലക്സ് ഏട്ടാ. മിത്ര കരഞ്ഞുകൊണ്ട് വിളിച്ചു. അവനൊന്ന് അന്താളിച്ചു. മിത്ര, എന്തു പറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ട്? അവൻ പരിഭ്രമത്തോട് ചോദിച്ചു. എന്തു പറ്റിയത്? അത് അവൾ പറയാനാവാതെ വിങ്ങിപ്പൊട്ടി. അത് മീന ചേച്ചി കാണാനില്ല. അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അപ്പോഴിനെ തേടി പോവുകയാണെന്ന് പറഞ്ഞാൽ പോയിരിക്കുന്നത്. എവിടേക്കായിരുന്നു, എങ്ങോട്ട് പോയി എന്ന് അറിയില്ല. ഇവിടെ എല്ലാവരും ആകെ ടെൻഷൻ അടിച്ചിരിക്കുക. ലക്ഷദ്വീപിലേക്ക് അങ്ങനെ ഇങ്ങനെ കയറി പോകാൻ പറ്റുമോ? എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ഉണ്ട് അവിടെ വരെ? ചേച്ചിക്ക് ഒരാപത്തും പറ്റാതിരുന്നാൽ മതിയായിരുന്നു, അവൾ പറഞ്ഞു. നീ അതോർത്ത് ടെൻഷൻ അടിക്കണ്ട. മീനുവിന് ഒരു കുഴപ്പമില്ല. അവൾ സുരക്ഷിതയായി തന്നെയുണ്ട്. അവൻ പറഞ്ഞത് കേട്ട് അവൾ അമ്പരന്നു. എന്ന് വെച്ചാൽ മീനു ഇവിടെയുണ്ട്, കവരത്തിൽ. എന്നെ കാണാൻ വന്നിരുന്നു അവൾ. അവൻ പറഞ്ഞത് കേട്ട് അവൾ വായും പൊളിച്ച് നിന്നുപോയി. എന്ത്? മീനു ചേച്ചി അവിടെ എത്തിയെന്നോ? അലക്സേട്ടൻ തമാശ പറയുകയാണോ? തമാശയല്ല, സത്യം. അവളെ കണ്ടപ്പോൾ ഞാനും അതിശയിച്ച് നിന്ന് പോയി. മിത്ര ആകെ കൺഫ്യൂഷനായി. പക്ഷെ അതെങ്ങനെ? അവിടേക്ക് വരണമെങ്കിൽ പ്രത്യേക പെർമിഷനൊക്കെ വേണ്ടേ? തോന്നിയ പോലെ വരാൻ സാധിക്കുമോ? അവൾ വിസിറ്റിംഗ് പെർമിഷനിലാണ് വന്നത്. ഇവിടെ തന്നെയുള്ള ഒരാളുടെ സഹായത്തോടെയാണ് അവൾ വന്നത്. ആ പയ്യനും ഉണ്ടായിരുന്നു അവൾക്കപ്പോൾ. മിത്ര ആകെ കിളിപ്പോയ അവസ്ഥയിലായിരുന്നു. എന്നിട്ട് എന്താ ചേച്ചി പറഞ്ഞത്? അഥർവിനെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയെന്ന് ചോദിച്ചു. ഇല്ലെന്ന് പറഞ്ഞപ്പോൾ ഒത്തിരി കരഞ്ഞു. മിത്ര ഒരു നിമിഷം മൗനമായി. ആ പേരിനെക്കുറിച്ച് എന്തെങ്കിലും അവൻ്റെ മൗനത്തിൽ നിന്ന് അവൾക്ക് മനസ്സിലായി. അവളൊന്ന് ഏങ്ങി. അലക്സേട്ടാ, എനിക്ക് ചേച്ചിയോടൊന്ന് സംസാരിക്കണം. ഇവിടെ എല്ലാവരും ആകെ ടെൻഷൻ അടിച്ചിരിക്കുക. നീ വിഷമിക്കേണ്ട, ഞാനിപ്പോൾ ഡ്യൂട്ടിയിലാണ് ഉള്ളത്. ഫ്രീ ആയതിനു ശേഷം മീനുവിനെ ചെന്ന് കാണാനിരിക്കുകയാണ്. അവളുടെ അടുത്ത് എത്തിയിട്ട് ഞാൻ നിന്നെ വിളിക്കാം. അവൾ ഫോൺ കട്ട് ചെയ്തു. എന്തുകൊണ്ടോ മിത്രയ്ക്ക് വല്ലാത്തൊരാശ്വാസം തോന്നി. മീനു ചേച്ചി ഒരാപത്തും കൂടാതെ അവിടെ എത്തിയല്ലോ, അതറിഞ്ഞാൽ മതി. അമ്മായി എന്ന് വിളിച്ചുകൊണ്ട് മിത്ര പാർവതിയുടെ മുറിയിലേക്ക് ഓടി. കട്ടിലിൽ കരഞ്ഞു തളർന്നിരിക്കുകയായിരുന്നു പാർവതി. സന്തോഷത്തോടെ മിത്ര ഓടി വന്നത് കണ്ട് അവർ തിരിഞ്ഞു നോക്കി. അമ്മായി, മീനു ചേച്ചി കവരത്തിയിലുണ്ട്, അവൾ കിതച്ചുകൊണ്ട് പറഞ്ഞു. പാർവതി ചാടി എഴുന്നേറ്റു. എന്ത്? അവൾ കവരത്തിയിലെത്തിയെന്നോ? പാർവതി വിശ്വാസം വരാതെ ചോദിച്ചു. ആ സത്യം. അപ്പൂരിൻ്റെ ഫ്രണ്ട് അലക്സേട്ടൻ എന്നെ വിളിച്ചിരുന്നു. മീനു ചേച്ചി അവിടെ പോയിരുന്നത്രേ. അപ്പൂരിന് എന്താ പറ്റിയതെന്ന് ചോദിച്ചു ഒരുപാട് കരഞ്ഞു. പാർവതി ശരിക്കും അന്താളിച്ച് നിന്ന് പോയി. അവളെങ്ങനെ ഇത്രയും ദൂരം ഒറ്റയ്ക്ക് പോയി? അറിയില്ല. അലക്സേട്ടൻ ഡ്യൂട്ടിയിലായതുകൊണ്ട് കൂടുതലൊന്നും ചോദിക്കാൻ പറ്റിയില്ല. വൈകുന്നേരം മീൻ ചേച്ചിയെ കൊണ്ട് വിളിപ്പിക്കാമെന്ന് പറഞ്ഞിരിക്കുക. പാർവതി സമാധാനത്തോടെ നെഞ്ചിൽ കൈവച്ചു. ഈശ്വര, എൻ്റെ കുട്ടിക്ക് ഒരാപത്തും വരുത്താതെ നോക്കിയേക്കണേ എൻ്റെ കൃഷ്ണ. മോളെ, അവൾ വിളിച്ച ഫോൺ നീ എൻ്റെ അടുത്ത് തരണം. എനിക്ക് അവളോട് സംസാരിക്കണം, എന്നാലേ സമാധാനമാകൂ. ശരി അമ്മായി. അവൾ തിരിഞ്ഞു നടന്നതും വാതിൽകളെല്ലാം കേട്ട് നിൽക്കുകയായിരുന്നു അമ്മാവന്മാരും അമ്മായിമാരും. മിത്ര അല്പം കനത്തോടെ തന്നെ അവരെ നോക്കി. പിന്നെ ശ്രദ്ധിക്കാത്ത ഭാവത്തിൽ നടന്നു. നീ പറഞ്ഞതൊക്കെ നേരാണോ? ആ പിന്നെ അവൾ ലക്ഷദ്വീപിലെത്തിയോ? ഉഷ ചോദിച്ചു. എത്തി. എല്ലാവരും വിശ്വാസം വരാതെ പരസ്പരം നോക്കി. പിന്നെ ഒന്ന് പോടി പുളിവെടുക്കാതെ, ഇവളുടെ ചേച്ചി സമാധാനിപ്പിക്കാൻ വേണ്ടി വെറുതെ പറയുന്നതാണ്. ഇവിടെ പുഴ കണ്ട പേടിക്കുന്നവളാ കടൽ കടന്ന് ലക്ഷദ്വീപിലേക്ക് പോകുന്നത്. ലത ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പോകും അമ്മായി. നമ്മൾ സ്നേഹിക്കുന്ന ആൾക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചെന്നറിഞ്ഞാൽ കടൽ കടന്നും പോകും. അപ്പോഴേട്ടനെന്നാൽ അത്രയ്ക്ക് പ്രാണന എൻ്റെ മീനു ചേച്ചിക്ക്. എല്ലാവരും ദേഷ്യത്തോടെ മുഖം തിരിച്ചു. ഓ, സ്നേഹം മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ പോയതായിരിക്കും. അല്ലെങ്കിലും അവനെ അന്വേഷിച്ച് പോകാൻ അവൾ അവൻ്റെ ഭാര്യ എന്നല്ലല്ലോ. ഒഴിച്ചു വെച്ചു. അവരുടെ സ്നേഹത്തിന് ഒരു നുള്ള പൊന്നിൻ്റെ ബലം വേണമെന്നില്ല അമ്മായി. താലി കെട്ടിയില്ലെങ്കിലും ഒന്നും നോക്കാതെ മീനിച്ചിച്ച് പോയി. എന്നാൽ നിങ്ങളോ? ആർക്കെങ്കിലും തോന്നിയോ ഒന്ന് പോകാനും അന്വേഷിക്കാനും? കാണാതായത് നിങ്ങളുടെ സ്വന്തം അനന്തരവനല്ലേ? 10ഉം 15ഒന്നും ഇല്ലല്ലോ, ആകെ കൂടി ഒന്നല്ലേ ഉള്ളൂ. എവിടെ? അപ്പേടിനെ കാണാതായി എന്ന് കേട്ടിട്ട് നിങ്ങളുടെ മുഖത്ത് ഒരു വിഷമം പോലും എനിക്ക് കാണാനായില്ല. നിങ്ങളീ കാണിക്കുന്ന ഇഷ്ടവും സ്നേഹവും ഒക്കെ വെറും അഭിനയമാണ്.
മിത്ര ദേഷ്യത്തോടെ പറഞ്ഞു. അത് കേട്ടത് എല്ലാവർക്കും ദേഷ്യം വന്നു. ഡി, നീ എന്താടി പറഞ്ഞത്? അപ്പൂനോട് ഇവിടെയുള്ളവരോട് കാണിക്കുന്ന സ്നേഹമൊക്കെ കളവാണെന്ന്. ചേച്ചി ചിലപ്പോൾ സ്വാതന്ത്ര്യത്തെന്ന് വെച്ച് ഞങ്ങളോട് തർക്കിക്കാൻ വന്നാലുണ്ടല്ലോ. ശിവരാമൻ അവളുടെ നേരെ ചീറി. എന്താ, ഞാൻ പറഞ്ഞത് സത്യമല്ലേ? അപ്പുവേട്ടനെ കാണാതായതിൽ നിങ്ങൾക്കൊന്നും യാതൊരു വിഷമവുമില്ല. ഉണ്ടായിരുന്നെങ്കിൽ അപ്പുവേട്ടനെ കണ്ടുപിടിക്കാനായി വേണ്ടതൊക്കെ ചെയ്തേനെ. സത്യം പറയുമ്പോൾ ചിലർക്കൊക്കെ പൊള്ളും. അതൊരു യാഥാർത്ഥ്യമാണ്. നിങ്ങളാരും വേണ്ട, എൻ്റെ മീൻ ചേച്ചി മതി. ചേച്ചി കൊണ്ടുവരും എൻ്റെ അപ്പുവേട്ടനെ. മിത്ര പറഞ്ഞു നടന്നു. അമീർ ചില പച്ചിന മരുന്നുകൾ പറിച്ച് പിഴിഞ്ഞ് ചാറെടുത്ത് അപ്പുവിൻ്റെ മുറിവിൽ പുരട്ടി. വെള്ളത്തുണി കൊണ്ട് മുറിവ് കെട്ടി. അവനൊരുന്ന് പുളഞ്ഞു. അത് കേട്ട് അമീറിന് സങ്കടം വന്നു. സാരമില്ല സാർ, ഈ മരുന്ന് വെച്ചാൽ ഒരു ദിവസം മതി മുറിവുണങ്ങാൻ. അമീർ അവനെ ആശ്വസിപ്പിച്ചു. അത് കേട്ട് അവൻ ചിരിച്ചു. നല്ല തമാശ അമീർ. കുരുതി കുഴിഞ്ഞു വെച്ച കോഴിയല്ല ഞാൻ. എൻ്റെ മുറിവ് ഉറങ്ങിയാലെന്താ, ഉണങ്ങിയില്ലെന്താ? അവൻ ചോദിച്ചു. അമീർ ഒന്ന് പകച്ചു. സാറെന്തിനാ അങ്ങനെ പറഞ്ഞത്? അതല്ല അലി സാബിനെ ദേഷ്യം പിടിപ്പിച്ചത്. അതവൾ തലച്ചിരിച്ച് അവൻ നോക്കി. പിന്നെ ഞാൻ എന്ത് പറയണം? എനിക്ക് വേണ്ടി ജാഫറിനെ വിട്ടയക്കണമെന്നോ? അങ്ങനെ ഒരു കുറ്റവാളിയുടെ ദയവിൽ എനിക്ക് രക്ഷപ്പെടേണ്ട. അതിലും നല്ലത് നിങ്ങളുടെ കൈകൊണ്ട് മരിക്കുന്നതാ. അതാണ് അഭിമാനം, അവൻ ആവേശത്തോടെ പറഞ്ഞു. അമർ അത്ഭുതത്തോടെ അവനെ നോക്കി. സാബിനെങ്ങനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയുന്നു? അവനൊന്ന് പുഞ്ചിരിച്ചു. അമീർ, നീ നിൻ്റെ അമ്മയെ സ്നേഹിക്കുന്നുണ്ടോ? ആ ചോദ്യം കേട്ടും അവൻ്റെ ഉള്ളം വന്ന് പിടഞ്ഞു. എൻ്റെ ഉമ്മയാണ് എനിക്കെല്ലാം. ഉമ്മയെ കാണാൻ പറ്റത്തിലും അവരുടെ വിവരങ്ങൾ അറിയാൻ പറ്റത്തിലും ഒരുപാട് വിഷമമുണ്ട് എനിക്ക്. അവൻ കണ്ണു തുടച്ചുകൊണ്ട് പറഞ്ഞു. അതുപോലെ തന്നെയാണ് ഭാരതം എന്ന് പറയുന്നത് ചിലർക്ക് ഒരു ദേശം മാത്രമാണ്. എന്നാൽ ഏതൊരു ഇന്ത്യൻ പൗരനും അത് സ്വന്തം മാതാവാണ്. അമ്മയെ സ്നേഹിക്കുന്ന ഒരു മക്കൾക്കും ആ അമ്മയ്ക്ക് ദോഷം വരുന്നതൊന്നും ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ സാധിക്കില്ല. സ്വന്തം ഉയിർ കൊടുത്തും അമ്മ മക്കളെ സംരക്ഷിക്കും. അതുപോലെ തന്നെ മക്കളും. അഥർവിൻ്റെ വാക്കുകൾ കേട്ട് അവൻ ആശ്ചര്യത്തോടെ അഥർവിനെ നോക്കി. ഒരു പുഞ്ചിരിയോടെ കണ്ണുകൾ അടച്ച് ചുവരും ചാടി അഥർവിരുന്നു. അമീർ പതിയെ എഴുന്നേറ്റു. അലിസാബിനെ തെറ്റിയിട്ടില്ല. ഇവനൊരു പുലിക്കുട്ടി തന്നെയാണ്. ഇന്ത്യൻ സേനയുടെ അഭിമാനം തന്നെ. മനസ്സിൽ നന്മയുള്ള ഈ മനുഷ്യനെ പടച്ചവനെ നീ എന്തിനീ വിത്ത് നൽകി? ഇനിയും നന്മകൾ ചെയ്യാൻ അവൻ ആയുസ് നീട്ടി കൊടുത്തൂടെ? അവൻ പറഞ്ഞു. തുടരും.